സ്ക്രീൻ നോക്കുവാണെങ്കിൽ നമുക്ക് 120 ഡയഗണലാണ് ഇവിടെ. പ്രൊജക്ടർ നമ്മുടെ എപ്സന്റെ പ്രൊജക്ടറാണ്, 4K ആണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് 10 ദിവസം തന്നാൽ മതി. 10 ദിവസം കൂടി 10 ദിവസം പവർ പോയിന്റ് തന്നാൽ മതി. ബാക്കി ഞങ്ങൾ 2 ട്രീറ്റ്മെന്റാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അബ്സോർബിംഗ് ട്രീറ്റ്മെന്റ്, ഒന്ന് ഡിഫ്യൂസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്. നമുക്ക് റിലയൻറ്റിന് തിയേറ്റർ മാത്രമല്ല, ലിഫ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റർ കൺസേൺ ആണ്. അപ്പം ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഷോറൂമാണ് ഞങ്ങൾ ന്യൂക്ലിയസ് മാളിന്റെ അടുത്തായിട്ട് ഇപ്പം ചെയ്തു പോകുന്നത്. 6 മാസമായിട്ട് ഇതിന് പിന്നിലായിരുന്നു. ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നു. എല്ലാവർക്കും നമസ്കാരം, സുൽത്താനാണേ. ഞാനിന്ന് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് കേട്ടോ. ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തൊരു കിഡിലൻ തിയേറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെ റിലയൻറ്റ് ഗ്രൂപ്പാണ്, എറണാകുളത്തുള്ള റിലയൻറ്റ് ഗ്രൂപ്പ്. അവർ വീഡിയോ നമ്മളിതിന് മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് ലാസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ കോഴിക്കോട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വീടിൻ്റെ അകത്ത് തിയേറ്ററും അതേമാതിരി ലിഫ്റ്റും ചെയ്തൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ റിലയൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ വീടിൻ്റെ അകത്ത് തിയേറ്ററോ അതേമാതിരി ലിഫ്റ്റൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണ് റിലയൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ വീടിൻ്റെ പ്രത്യേകതകളും അതുപോലെ ഈ തിയേറ്ററിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടി നമ്മളെ കൂടെ ഉള്ളത് പ്രീതിയാണ്. ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് പ്രീതിനോട് ചോദിച്ചു നോക്കാം. നേരെ വീട്ടിൽ പറയാം. വിശേഷങ്ങൾ സുഖല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു വീടിന്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞുതരാണെങ്കിൽ. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് അയ്യപ്പൻ സാറിന്റെ ഒരു വലിയൊരു ഡ്രീമാണ്. ആളുടെ ഡ്രീമിൽ ആള് പറഞ്ഞൊരു കാര്യം, നല്ലൊരു തിയേറ്റർ എനിക്കിവിടെ ചെയ്യണമെന്നാണ്. പക്ഷെ അപ്പോഴൊരു ബഡ്ജറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ യൂഷ്വലി നമുക്ക് റിലയൻറ്റ് ഹോം സിനിമയിൽ ലാസ്റ്റ് ടൈം സുൽത്താൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് കിട്ടിയ ഒത്തിരി ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു തിയേറ്റർ ചെയ്യുമ്പോൾ വലിയൊരു ബഡ്ജറ്റ് അല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയ ഒരു സ്പേസിന് യൂസ് ചെയ്തിട്ട് ചെയ്തൊരു പ്രോജക്റ്റാണ് അയ്യപ്പ സാറിന്റെ വീട്ടിൽ നമ്മളിപ്പോൾ കാണാൻ പോകും. ഇനി വീട് എങ്ങനെയുണ്ടെന്നുള്ളത് സുൽത്താൻ വേണം പറയാൻ. അടിപൊളിയായിട്ടോ, സൂപ്പർ വീട്, ഒന്നും പറയാനില്ല. വീട് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിയേറ്റർ കാണാണ്ട് ഷുവർ. ബഡ്ജറ്റ് ആണെങ്കിലും അതൊരു പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുണ്ടല്ലേ. ഇത് കണ്ടിട്ട് വേണം പറയാൻ ഇത് ലോ ബഡ്ജറ്റ് എന്ന് പറയുമോ എന്ന് പറയാം. ഡോറൊക്കെ അടിപൊളിയായിട്ട് തിയേറ്റർ വരെ ബാക്കിൽ നിൽക്കണം. ലക്ഷറിയസ് ഡോർ അല്ലേ. നമുക്ക് ഇതിലേക്ക് ഇനി അപ്പോൾ ഈ തിയേറ്റർ കണ്ടിട്ട് സുൽത്താൻ വേണം പറയാൻ ഇത് ലോ ബഡ്ജറ്റ് ആണോ ഹൈ ബഡ്ജറ്റ് ആണോ. ഈ തിയേറ്റർ കണ്ടിട്ട് എനിക്ക് വലിയ ലോ ബഡ്ജറ്റ് ആയിട്ടൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ മുമ്പ് കണ്ട തിയേറ്ററിൽ നിന്നും നോക്കുമ്പോൾ കുറച്ച് സീറ്റിന്റെ എണ്ണം കുറവുണ്ട്, നമ്പേഴ്സ് കുറവുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കാം. കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ള തിയേറ്റർ ആയിട്ടാണ് പ്രീതി സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇതിൻ്റെ കാര്യം എന്താണ് അത് പറയാം. ആദ്യം ഞാൻ എങ്ങനെ നമ്മൾ ടീം ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്നു എന്നുള്ളത് പറയാം. ഓക്കെ. ആക്ച്വലി അയ്യപ്പൻ സാറിന് എടുക്കുന്ന നമുക്ക് ജസ്റ്റ് ഒരു കോൾ വരുമായിരുന്നു. ഞങ്ങളെ വീട്, എൻ്റെ ഒരു ഡ്രീം ഹൗസ് ഇവിടെ പണിയാണ്. അപ്പോൾ അത് നടക്കുമ്പം അതിൽ ഒരു റൂം, അത്യാവശ്യം ഒരു സ്പേസിൽ ജസ്റ്റ് ഒരു റൂം ഇവിടെ ഉണ്ട്, അതിലേക്ക് ഒരു തിയേറ്റർ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്, നിങ്ങൾക്കൊന്ന് വന്ന് നോക്കാമോ. ഓക്കെ. തിയേറ്ററിന് വേണ്ടി ചെയ്ത റൂം ഒന്നല്ല ഇത്. അല്ല, സാധാരണ നിങ്ങൾ തിയേറ്ററിന് വേണ്ടി റൂം അതിലാണല്ലോ റൂം വെക്കണം എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് അങ്ങനെ വേണ്ടി ഞങ്ങള് എന്ത് പറഞ്ഞു, ഞാൻ അരുൺ സാറുമായി സംസാരിച്ചു. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഇവിടെ വന്നു, ഞങ്ങൾ ടീമായിട്ട് വന്നു, എല്ലാം നോക്കി. ഞങ്ങൾ സാറിനോട് പറഞ്ഞു പക്കയാണ്, ഞങ്ങൾക്ക് ചെയ്യാം സാറ്, ഞങ്ങൾക്കൊരു ഇലക്ട്രിക്കൽ സ്പേസ് മാത്രം ഇവിടെ തന്നാൽ മതി, നമ്മൾ ചെയ്തോളാം, സൂപ്പർ ആയിരിക്കും. പിന്നെ അതുപോലെ വൈക്കത്ത് ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. ഏറ്റവും നന്നായി ചെയ്യണമെന്നും സാറ് പറഞ്ഞതനുസരിച്ച് കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യണമെന്നും ഞങ്ങൾ അപ്പോഴേ കണക്കൂട്ടിയായിരുന്നു. ഇപ്പൊ ഏകദേശം ഇതിനൊരു 10-15 ലക്ഷം ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 10 ലക്ഷം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ രീതിയിൽ അതിലും താഴെ 10 ലക്ഷത്തിന് താഴെ അതിലും താഴെ ആണോ ഇത്ര സെറ്റപ്പ് ചെയ്യാൻ പറ്റൂ? പിന്നെ നമ്മൾ മുമ്പ് ചെയ്തൊക്കെ കുറച്ച് പ്രീമിയം ആ സെറ്റപ്പിലായിരുന്നു. അത് ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 15 പറഞ്ഞത്, മറ്റേതൊക്കെ 30 ഉള്ള ചെയ്തിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത 60 പോയായിരുന്നു. ആ റേഞ്ചിലൊക്കെ വന്നിട്ട് 35 ഒക്കെ റേഞ്ചിലാണ് പകുതിയാക്കി. ഏകദേശം 8 ആ റേഞ്ച് വരുമോ? അതിലും താഴെയാണോ? അതിലും താഴെയാണ് അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ ഒരു നല്ലൊരു തിയേറ്റർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു നല്ലൊരു പ്രീമിയം വീട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം തിയേറ്റർ, ലിഫ്റ്റ് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. തിയേറ്റർ ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഒരു വീടിൻ്റെ അകത്ത് കുടുംബമായിട്ടൊരു സിനിമ കാണാന്നുള്ളത്. അപ്പോൾ ഇതിലും കുറച്ചും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്? പിന്നെ ആർക്കും ഈ പ്രശ്നമല്ല, ഇനി ഒരു ബേസിക് നീഡായി മാറുക. ഓക്കെ, എല്ലാവരും ചെയ്യും, അവരിലേക്ക് എത്തിച്ചേരുക, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇനി ഉള്ള വീടുകളിൽ അധികം തിയേറ്ററും ലിഫ്റ്റും ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും തോന്നുന്നു. ഈ ബഡ്ജറ്റിൽ കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ചെയ്യും അല്ലേ. ഇനി എനിക്ക് തോന്നുന്നു റിലയൻറ്റിന്റെ കാലാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഹോം ലിഫ്റ്റും ഹോം തിയേറ്ററും. തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവാണ് ഞങ്ങളെ ഇന്നത്തെ ഷോറൂം. കാരണം കേരളത്തിൽ എവിടെയും ഒരു ഷോറൂം സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് റിലയൻറ്റിന് തിയേറ്റർ മാത്രമല്ല ലിഫ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റർ കൺസേൺ ആണ്.
അപ്പം ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ഷോറൂമാണ് ഞങ്ങൾ ന്യൂക്ലിയസ് മാളിന്റെ അടുത്തായിട്ട് ഇപ്പം ചെയ്തു പോരുന്നത്. ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സെന്റർ കേരളത്തിലില്ല. ആണെങ്കിൽ നമ്മൾ പൊതുവേ സുൽത്താൻ എല്ലാവരുടെയും കണ്ടുവരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഹെയർലൈൻ ഫിനിഷിന്റെ ഒരു നോർമൽ കമേഴ്ഷ്യൽ പ്ലാറ്റ്ഫോമിലായിരിക്കും പലപ്പോഴും കണ്ടത്. പിന്നെ ഹോം ലിഫ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം ഗ്ലാസ് ക്യാബിൻ, പിന്നെ ഇതുപോലെയുള്ള ഗോൾഡൻ ഫിനിഷ് ഒക്കെ. പക്ഷെ ഇവിടെ വരാൻ പോകുന്ന ഫുൾ പ്രീമിയം കാറ്റഗറിയായ ബ്ലാക്ക്, വൈറ്റ്, റെഡ്, അങ്ങനെ പല കോമ്പോസ്. അപ്പം ഒരു ഇന്റീരിയർ ഡിസൈനറോ ആർക്കാണെങ്കിലും വന്നിട്ട് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റൂലേ. കസ്റ്റമേഴ്സിനാണെങ്കിലും അവരുടെ വീട് എങ്ങനെയാണോ അവർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അതിന് ഈക്വലന്റ് ആയിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തിട്ട് പോകാം. അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പോകാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ തിയേറ്ററും ഉണ്ടാവും, ലിഫ്റ്റും ഉണ്ടാവും. ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. റെഡ്, നേവി ബ്ലൂ, ബ്ലാക്ക് അല്ലേ? ഈ കോമ്പിനേഷൻ അവർ പറഞ്ഞതാണ്? ഇല്ല, ഇതൊക്കെ ഞങ്ങളുടെ ഓൺ സെലക്ഷൻ. നല്ലൊരു ഫീൽ കിട്ടും. ആള് പറഞ്ഞല്ലോ റൂം തരാം, നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം, അങ്ങ് ചെയ്തോന്നാ പറഞ്ഞത്. സാർ ആ ഒരു വിശ്വാസം കാണിക്കും, തിരിച്ച് നമ്മളും ആ ഒരു. തീർച്ചയായിട്ടും എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കളറൊക്കെ സെറ്റാണ്. പിന്നെ ഇതിൽ എന്തൊക്കെ ചെയ്തൊന്ന് സ്പെസിഫിക്കേഷൻ പറഞ്ഞുതരാൻ പറ്റുമോ? എന്തൊക്കെ ചെയ്ത് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. ആക്ച്വലി എക്വസ്റ്റിക്സ് ആണ്. ഇതാണ് മെയിൻ ബോഡി ഓഫ് എ തിയേറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ ലിഫ്റ്റിന് എന്ന് പറയുമ്പോൾ പറഞ്ഞു കാർ, നമ്മുടെ ക്യാബിനെ കാർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി സ്ട്രക്ചർ തിയേറ്ററിൻ്റെ ഇത് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഇതിൽ ഞങ്ങൾ 2 ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അബ്സോർബിംഗ് ട്രീറ്റ്മെന്റ്, ഒന്ന് ഡിഫ്യൂസ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ്. അബ്സോർപ്ഷൻ വേണമല്ലോ, സൗണ്ട് അബ്സോർപ്ഷൻ, അൺവാണ്ടഡ് സൗണ്ടിനെ അബ്സോർബ് ചെയ്യുകയും വേണം. എന്താണോ പീപ്പിളിലേക്ക് എത്തിച്ചേരണ്ടേ ആ ഒരു സൗണ്ട് സിസ്റ്റം, അതിന് ഏത് സൗണ്ടാണോ നമുക്ക് വേണ്ടത്, കേൾക്കേണ്ടത്, അത് കേൾക്കുന്നു. ആവശ്യമില്ലാത്തതിനെ എടുത്ത് മാറ്റി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അബ്സോർപ്ഷനും ഡിഫ്യൂസ് ട്രീറ്റ്മെന്റിൽ ഒരു ചെയ്തേക്കുന്നത്. ഇത് ക്ലോത്ത് തന്നെയല്ലേ ഇത് മേലെ വന്നിരിക്കുന്നത്? അതെ, ക്ലോത്ത് തന്നെയാണ്. പിന്നെ സ്ട്രിപ്പ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് വൈഡറായി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സ്പോട്ട് ലൈറ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടി ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ചാനൽ എന്ന് പറയുമ്പോൾ 5.1 ചാനലാണ്. 5.1 ആണ് അറ്റ്മോസ് നമ്മൾ ലാസ്റ്റ് ടൈം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയാനുള്ളത് ഒന്ന് റിസീവർ ആണ്, അതുപോലെ തന്നെ ഒന്ന് സൗണ്ട് സിസ്റ്റം ആണ്, പിന്നെ അതുപോലെ പ്രൊജക്ടർ ആണ്, പിന്നെ സ്ക്രീൻ ആണ്. ഇതൊക്കെയാണ് ബാക്കി തിയേറ്ററിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാനുള്ള ബാക്കിയുള്ള ചില കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത സ്ക്രീൻ നോക്കുവാണെങ്കിൽ നമുക്ക് 120 ഡയഗണൽ ആണ് ഇവിടെ. പ്രൊജക്ടർ നമ്മുടെ എപ്സന്റെ പ്രൊജക്ടർ ആണ്, 4K ആണ്. പിന്നെ റിസീവർ നോക്കുവാണെങ്കിൽ ഡെനോണ്ടെ ആണ് റിസീവർ. പിന്നെ സൗണ്ട് സിസ്റ്റം ചെയ്തേക്കുന്നത് പോൾക്കിന്റെ. നമുക്ക് 5 ലക്ഷം മുതൽ തിയേറ്റർ നമ്മൾ തന്നെ ചെയ്തുതരും. നമുക്ക് ഈ റൂം തന്നാൽ മതി. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വരുന്നത് മുഴുവൻ പ്രീമിയം കസ്റ്റമേഴ്സ് ആയതുകൊണ്ടാണ് ചെയ്യുന്നതല്ലേ. 5 ലക്ഷം കിട്ടിയാലും ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ റിലയൻസിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി തിയേറ്റർ ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് വരെ ചെയ്തു തരും. മുമ്പ് എനിക്ക് തോന്നുന്നു അത്ര ചെയ്തിട്ടുണ്ടായിരുന്നല്ല. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് അറേഞ്ച് നേരത്തെ പറഞ്ഞു 5 ലക്ഷം ചെയ്യാൻ പറ്റും. അതിനുള്ള പുതിയൊരു സൊല്യൂഷനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബ്രാൻഡ് ഉണ്ട്, റിലയൻസിന്റെ തന്നെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് 10 ദിവസം തന്നാൽ മതി. 10 ദിവസം കൊണ്ട് 10 ദിവസം പവർ പോയിന്റ് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ എന്ന് കരുതി നിങ്ങളെ കയറി താമസം അടുത്ത ആഴ്ച എന്ന് കരുതി പ്രീതി ഒരു തിയേറ്റർ ചെയ്യേണ്ട ഇന്ന് തന്നെ വരണം, ആ രീതിയിൽ അല്ല. ഒരു 10 ദിവസം കിട്ടി 10 ദിവസം കൊണ്ട് 5 ലക്ഷം മുതൽ ചെയ്തു തരും ചെയ്യും. തീർച്ചയായിട്ടും അല്ലേ? 5 ലക്ഷം രൂപ മുതൽ ഏത് ഒരു റൂം 10-12 റൂം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളല്ലേ. സംശയം വേണ്ട. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുണ്ടോ? പിന്നെ പറയാനുള്ളത്, ഞങ്ങൾ തിയേറ്ററിന് ഡെഫിനറ്റ്ലി ഒരു 2 ഇയേഴ്സിന്റെ വാറണ്ടി കൊടുക്കുന്നുണ്ട്, 2 ഇയേഴ്സിന്റെ ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓൺ കോൾ 24/7 എപ്പോൾ വിളിച്ചാലും നമ്മുടെ ടീം. ഞാൻ ചോദിക്കാൻ പറഞ്ഞത് വാറണ്ടി ഉണ്ടോ എന്നുള്ളത്. കൊടുക്കുന്നുണ്ട്. ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ അയ്യപ്പൻ സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആരാണ് ആ ഒരു വ്യക്തി എന്ന് കാണാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ആ ഡ്രീമിന്റെ ഓണറിലേക്കാണ് നമ്മളിനി വരുന്നത്. ഡ്രീം ഓൺ ചെയ്യുന്നത് ആരാണെന്ന്. അപ്പോൾ ആളും ആളുടെ ഫാമിലിയും നമ്മൾക്കിന്ന് ഇവിടെ നിങ്ങളോട് കുറച്ച് നേരം പങ്കുവെക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഇത്ര സമയം സംസാരിച്ചപ്പം പൊതുവെ വ്യൂവേഴ്സിന് തൊട്ട് നമ്മൾ രണ്ടാളും എന്തൊക്കെയോ ഇവിടെ തള്ളി മറിക്കാണെന്നുള്ള രീതി. അപ്പോൾ അതിന്റെ ഒരു റിയൽ ഫാക്ട് ഒന്ന് അയ്യപ്പൻ സാർ തന്നെ പറയണം. ഭയങ്കര ആഗ്രഹമായിരുന്നു, സ്വിമ്മിംഗ് പൂളായിരുന്നു ആഗ്രഹം. പിന്നെ മാറ്റി, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിയേറ്ററിലേക്ക് മാറി. തിയേറ്ററിൽ നമ്മൾ അരുൺചേട്ടനെ കണ്ടപ്പോൾ നല്ല സൂപ്പറായിട്ട് ചെയ്യാനൊരു പരിചയപ്പെട്ട് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അതായത് ഒരു 6-7 മാസമായിട്ട് ഇതിന് പിന്നിലായിരുന്നു. ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തത്. ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഭയങ്കര സാധിച്ചെന്ന പോലെ ലൈഫിൽ ഒരു മനസ്സ് ഭയങ്കര ഇതായിരുന്നല്ലോ. തന്നെയാണ് ആദ്യം സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചത്. അപ്പം എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു, അത് മെയിൻ്റെനൻസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതെ.
നമ്മളെ കൊണ്ട് തന്നെയൊന്നും സാധിക്കില്ല. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതങ്ങ് വിട്ടു. അപ്പോൾ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തു, അതിലൊന്ന് അടിപൊളി തിയേറ്റർ ചെയ്തില്ലേ? പിന്നെയാണ് തിയേറ്റർ ആയാലോ. അപ്പോഴും ഞാനൊരു ദൈവം തിയേറ്റർ ആയാലും എങ്ങനെയായിരിക്കും, പിള്ളേർ പിന്നെ പഠിക്കില്ലല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അച്ഛനും അവനങ്ങ് ഫുൾ സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിയേറ്റർ വന്നപ്പോൾ മൊത്തത്തിൽ അടിപൊളിയായി. മോളെന്താ പറയുന്നത്? താങ്ക് യു കേട്ടോ. മോളെ അഭിപ്രായം എന്താണ്? അടിപൊളി തിയേറ്റർ ആണോ? തിയേറ്റർ ഇഷ്ടമായോ? എന്തും കാണോ സിനിമ? കാണാറുണ്ടോ? ഡാൻസ് ചെയ്യോ? എന്നാ ഡാൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ മോനോട് ചോദിച്ചോ. ഒരു മിനിറ്റ് ഇവൻ എന്താണ് അഭിപ്രായം? എന്താണ് തിയേറ്റർ സെറ്റ് ആണോ? അടിപൊളിയാണോ? പഠിത്തമൊക്കെ നിർന്നല്ലോ അപ്പോൾ തിയേറ്റർ തന്നെ അല്ലേ ഇരുത്തോ? പഠിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? എപ്പോഴാണ് സിനിമ? വല്ലപ്പോഴും വന്ന് കാണും. ഓക്കെ, ഒഴിവുള്ള സമയത്ത് മാത്രം വന്നിട്ട്, അല്ലാണ്ട് ഇതിന്റെ അകത്ത് വന്നിരിക്കാറൊന്നുമില്ല അല്ലേ? ഫ്രണ്ട്സിനെ കൂട്ടാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സിനെ വിളിച്ചു വെച്ചിട്ട് ടിക്കറ്റിന് പൈസ വെച്ച് വാങ്ങിട്ട് സിനിമ കാണിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? ഇഷ്ടമല്ലേ അല്ലേ? ഓക്കെ, എല്ലാവരോടും പറയല്ലോ, ഫ്രണ്ട്സിനോടൊക്കെ പറയല്ലോ അല്ലേ ഇതുപോലത്തെ തിയേറ്റർ വീട്ടിൽ ചെയ്തോളാന്? പറയല്ലോ അല്ലേ? അല്ലേ? ഓക്കെ, എനിക്ക് ഒരാളെ കൂടി ഇതിൽ കാര്യമായിട്ട് പരിചയപ്പെടുത്താനുണ്ട്. കാരണം നമ്മൾ ഓരോ പ്രൊജക്ട് കൊടുക്കുമ്പോഴും അതിനൊരു ഇൻചാർജ് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഒരു പ്രൊജക്ടിന് ഇൻചാർജ് കൊടുക്കുന്നത് നമ്മുടെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു പ്രൈം ടെക്നീഷ്യനെയാണ്. ശ്രീജിത്തിനെ വിളിക്കൂ. ശ്രീജിത്ത് വാ. ശ്രീജിത്തെ നമസ്കാരം. ശ്രീജിത്താണല്ലോ ചെയ്ത്? അടിപൊളിയുണ്ട് കേട്ടോ. അപ്പം ശ്രീജിത്തിനെ ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ എന്നെക്കാൾ കൂടുതൽ ശ്രീജിത്തിനെ കുറിച്ച് പറയേണ്ടവർ ഇവിടെയുള്ള നമ്മുടെ സാറും മാഡം തന്നെയാണ്. കാരണം റിലയൻറ്റ് എന്നല്ല ഏതൊരു സ്ഥാപനവും ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ടീമിന് കൊടുക്കുവാണെങ്കിൽ ആ ടീമാണ് പിന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ശ്രീജിത്ത് എങ്ങനെ കൈകാര്യം ചെയ്ത് നമ്മൾ അറിയണം. അത് ഞാൻ ചോദിച്ചു നോക്കാം. എന്തായിരുന്നു ഇവിടെ ചെയ്തപ്പോഴേ? ശ്രീജിത്ത് നല്ല അറിയപ്പെടുന്നത്, ചക്ര എന്ന് അറിയപ്പെടുന്നത്. അതല്ല, അങ്ങനെ ചക്ര വിളിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല പെട്ടെന്നൊരു ഇതായിരുന്നു. അതായത് നേരത്തെ പ്ലാൻ ചെയ്തെങ്കിലും ഡേറ്റ് എടുത്ത് വന്നപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. വീട്ടിൽ വരുന്ന ആൾക്കാർക്ക് തിയേറ്റർ ഓടിച്ച് കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അതിനുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്തായിരുന്നു ഞാൻ, ഇല്ലെന്ന് പറയുന്നില്ല. പുള്ളി അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഇവിടെ എപ്പോഴും. കാരണം ഒരു സൈലന്റ് ചിരിയായപ്പോഴും. കാരണം നടക്കാതെ എനിക്കാകുന്ന ടെൻഷനായിരുന്നു. പല ദിവസം ചൂടാക്കേണ്ടി വന്നു. പക്ഷെ നല്ല ഭംഗിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തു തന്നു. ആൾ എന്നാലും രാത്രിയാകും നിന്ന് പക്കയായിട്ട് നമ്മുടെ മനസ്സിന് ആഗ്രഹം സാധിച്ചു തന്നു. അതാണ് ഏറ്റവും പ്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ചക്കരയെന്ന് വിളിക്കുമ്പോൾ ഒന്നാവുന്നില്ല. ഇഷ്ടമാണല്ലേ? ഓക്കെ, ശ്രീജിത്ത് അടിപൊളി ചെയ്തു തരണം. ഓക്കെ, താങ്ക് യു. അപ്പം ആർക്കെങ്കിലും ഇതുപോലെ തിയേറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത് 10-12 റൂം കൊടുത്തു കഴിഞ്ഞാൽ 5 ലക്ഷം മുതൽ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഇവരെ സ്വന്തം പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, സ്വന്തം ബ്രാൻഡിൽ വന്നിട്ടുണ്ടെന്നാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല 10 ദിവസം കൊണ്ട് ഇവർ ചെയ്തിരുന്നു പറയുന്നുണ്ട്. അപ്പം പ്രീതിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. കൊടുക്കാമല്ലോ അല്ലേ? എന്റെ മാത്രമല്ല ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിന്റെ നമ്പറും കൂടെ കൊടുക്കാം. അപ്പൊ ഇത് വിളിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. 24/7 നമ്മുടെ ടീം അവൈലബിൾ ആയിരിക്കും. വിളിക്കാൻ പറ്റില്ലേ? എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ.